വെനിസ്വേലയെ അമേരിക്ക ആക്രമിക്കാൻ കാരണം എണ്ണ മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വർണ്ണ ശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് മാത്രമാണ്. തെക്കേ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള രാജ്യം വെനിസ്വേലയാണ്. ഏകദേശം 161 മെട്രിക് ടൺ. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഇന്നത്തെ വിപണി വില അനുസരിച്ച് ഏകദേശം $2200 കോടി, അതായത് 1.8 ലക്ഷം കോടി രൂപ വിലമതിപ്പുണ്ട്. ഔദ്യോഗിക കണക്കുകൾക്ക് പുറമെ ഖനനം ചെയ്യാത്ത 8000 ടണ്ണിലധികം സ്വർണം അവിടുത്തെ മണ്ണിലുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വെനിസ്വേല തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത് ഈ സ്വർണം വിറ്റാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന് വിലക്കുള്ളതിനാൽ വെനിസ്വേല സ്വർണം നൽകിയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. വെനിസ്വേലയുടെ കടം വീട്ടാനായി ഈ സ്വർണ്ണക്കനികളിൽ പലതും ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും പരോക്ഷ നിയന്ത്രണത്തിലാണുള്ളത്. അടുത്തിടെ അമേരിക്ക വെനിസ്വേലയിൽ നടത്തിയ ഈ നീക്കങ്ങൾ സ്വർണ്ണവിലയെ ആഗോളതലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അവിടുത്തെ സംഘർഷം കാരണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും വില റെക്കോർഡ് ഉയരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വർണത്തിന് മേൽ നിയന്ത്രണം ലഭിക്കുന്നത് US ഡോളറിന്റെ ആഗോള മേധാവിത്വം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 20 വർഷമായി വെനിസ്വേലയിൽ ക്രൂഡ് ഓയിലിന്റെ 80% വാങ്ങുന്നത് ചൈനയാണ്. അവരുടെ ഈ വഴി അടയ്ക്കുന്നതിലൂടെ ഒരേ സമയം ചൈനയെ തളയ്ക്കാൻ അമേരിക്കയുടെ ലാഭം കൂട്ടാനുമൊക്കെയാണ് ട്രംപ് ശ്രമിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പം ഏകദേശം $38.5 ട്രില്യൺ കടമുണ്ട്. ആ കടം വീട്ടാൻ വെനിസ്വേലയിലെ സ്വർണവും എണ്ണയും വലിയൊരു വരുമാന മാർഗമായിട്ട് ട്രംപ് കാണുന്നുണ്ട്. കൂടാതെ എണ്ണയേക്കാൾ വിലപിടിപ്പുള്ള പലതും വെനിസ്വേലയിലെ മണ്ണിലുണ്ട്. നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണിന് ആവശ്യമായ കോൾട്ടൺ, ആണവോർജ്ജത്തിന് വേണ്ട യുറേനിയം എന്നിവയുടെ വൻ നിക്ഷേപം ഈ പറയുന്ന വെനിസ്വേലയിലുണ്ട്. ഈ ധാതുക്കളൊക്കെ ചൈനയോ റഷ്യയോ കൈക്കലാക്കുന്നത് തടയുക എന്നതും US-ന്റെ ആവശ്യം തന്നെയാണ്. അതായത് ഈ അട്ടിമറി ജനാധിപത്യത്തിന് വേണ്ടി ഉള്ളതല്ല, മറിച്ച് ആഗോള വിഭവങ്ങൾക്കായുള്ള റിസോഴ്സ് വാറാണ്. ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാൻ ചൈനയും റഷ്യയും ഒക്കെ സാമ്പത്തികമായി പ്രതിരോധിക്കാനുമുള്ള ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ തന്ത്രമാണിത്. വെനിസ്വേലയിലെ എണ്ണ സ്വർണ്ണ നിക്ഷേപങ്ങൾ അമേരിക്കൻ കമ്പനികളുടെ നിയന്ത്രണത്തിലാക്കി ആ വരുമാനം കൊണ്ട് US-ന്റെ കടം വീട്ടാമെന്ന് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നു. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ പെട്രോ ഇമ്പീരിയലിസം എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഒരു പൈസ പോലും ചിലവില്ല, ഇറ്റ് വോണ്ട് കോസ്റ്റ് us a penny എന്നാണ് ട്രംപിന്റെ സിദ്ധാന്തം. ഇപ്പോൾ നടത്തിയ സൈനിക നീക്കത്തിന്റെയൊക്കെ ചിലവുകൾ അവിടുത്തെ വിഭവങ്ങൾ വിറ്റ് തന്നെ കണ്ടെത്താം എന്നതാണ് ഇതിന്റെ അർത്ഥം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം തകർന്നു കിടക്കുന്ന വെനിസ്വേലൻ എണ്ണശാലകൾ പുനരുദ്ധരിക്കാൻ $15 to $20 ബില്യൺ നിക്ഷേപം ആവശ്യമാണ്. വെനിസ്വേലയിൽ മുഴുവൻ വിഭവങ്ങൾ ഉപയോഗിച്ചാലും അമേരിക്കയുടെ ലോകകടമായ $38.5 ട്രില്യൺ എന്ന ഭീമമായ കടം പൂർണ്ണമായി വീട്ടുക അസാധ്യമാണ്. മാത്രമല്ല ചൈനയുടെയും റഷ്യയുടെയും നിക്ഷേപങ്ങൾ കൈക്കലാക്കുന്നത് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിലേക്ക് നയിക്കുകയുള്ളൂ.